വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ഇൻ ടൈമിൽ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നില്ല. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയാൽ തന്നെ അതിൻ്റെ പ്രസൻറ്റേഷൻ്റെ പ്രശ്നങ്ങളാണ്. വളരെ ലെങ്തിയാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ 300-350 പേജസ് വരുന്നു. വിത്ത് എക്സാമ്പിൾസ് ഒക്കെ വരുമ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ ഒരുപാട് സമയം വരുന്നു. കടുകട്ടിയായിട്ടുള്ള പല ഏരിയാസും ഉണ്ട്. ദെൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ടെങ്കിലും മലയാളത്തിലുള്ള ബുക്ക് അവൈലബിൾ അല്ല. ഇങ്ങനെ സ്റ്റുഡൻസ് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനുള്ള ഒരു പരിഹാരം എന്നോണം നമ്മൾ എക്സാം ട്യൂബ് KC's കെയർ നമ്മുടെ സ്ഥാപനം എക്സാം ട്യൂബ് എന്ന് പറഞ്ഞിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോവാണെന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആ സമയത്താണ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് UGയുടെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പ്രിൻറ്റിങ്ങിനൊക്കെ കുറച്ച് ഡിലേ വന്നു. സോ ഇനിയിപ്പോൾ എക്സാം ഡേറ്റ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇത് നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ UG സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ, മൾട്ടി ഡിസിപ്ലിനറി പേപ്പറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാം ട്യൂബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ 250 പേജസ് ഉണ്ട്. ഇത് നമുക്ക് വളരെ ഷോർട്ടായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ, നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആപ്പിലൂടെ ആയിരിക്കും ഇത് അവൈലബിൾ ആവുക. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 200 rupees മാത്രമാണ്. 200 + GST എമൗണ്ട് വരും. KC's ക്ലാസ്സസിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, പ്രിൻ്റ് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അതിന് 200 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നിങ്ങൾക്ക് ബുക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്തിയാണ്. അത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നൽകുന്നത്. ഇപ്പോൾ ബുക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് എക്സാമിന് അതിനൊരു മീനിങ്, ഡെഫിനിഷൻ ഇതാണ് വേണ്ടേ. അപ്പോൾ വേണ്ട കാര്യങ്ങൾ മാത്രം പ്രോപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ ഒരു മീനിങ്. Digital marketing refers to all marketing activities that utilize digital platforms and technology. Most of the time it requires an internet connection. It is not limited to internet based, both in online and offline marketing is there. അപ്പോൾ അങ്ങനെ കൺസെപ്റ്റ് ആദ്യം കൊടുക്കുന്നു. പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്താണ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റ് കണ്ടോ, കറക്റ്റ് പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വിത്ത് എക്സാമ്പിൾ പ്രസൻറ്റേഷൻ 10 പോയിന്റ്. അതുപോലെ തന്നെ ഇവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ലെങ്തിയാണ്. അത് നമ്മൾ കറക്റ്റ് എക്സാമിന് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിൽ കണ്ടോ ഷോർട്ടാക്കി എക്സാം ഓറിയൻറ്റഡ് ആക്കി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്കോപ്പ് കണ്ടോ വിത്ത് എക്സാമ്പിൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ഇംഗ്ലീഷാണ്, ഞാൻ മലയാളവും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേഴ്സസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതുവരെയാണ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിലുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇതിൻ്റെ മലയാളം വേർഷനാണ് അറിയണ്ടേ. ഇതാണ് മലയാളം വേർഷൻ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആമുഖം ഇൻട്രൊഡക്ഷനാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന എല്ലാ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൂചിപ്പിക്കുന്നു. മിക്കപ്പോഴും ഇതിന് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഇത് ഇൻ്റർനെറ്റ് അധിഷ്ഠിത രീതികളിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. ഓൺലൈൻ മാർക്കറ്റിംഗ് ഇൻ്റർനെറ്റ് അധിഷ്ഠിത, ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ്റർനെറ്റ് അധിഷ്ഠിതമല്ലാത്തത് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്, മലയാളത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഇൻ്റർനെറ്റ് അധിഷ്ഠിത മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉൾപ്പെടുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ആണ്.
ആധുനിക ബിസിനസ് തന്ത്രങ്ങളുടെ നിർണായക ഭാഗമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് കമ്പനികളെ അവരുടെ പ്രേക്ഷകരുമായി ബന്ധപ്പെടാനും വിൽപ്പന വർദ്ധിപ്പിക്കാനും അനുവദിക്കുന്നു. ഓക്കെ, ചെലവ് കുറഞ്ഞതാണ്. ഇതിൻ്റെ പല പല പോയിന്റ്സ്. പരമ്പരാഗത മാർക്കറ്റിംഗ്, TV, റേഡിയോ, പ്രിന്റ്, ഇതിനൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ, ഇമെയിൽ മാർക്കറ്റിംഗ് ഉയർന്ന ROI, SEO എന്നിവ പോലുള്ള താങ്ങാനാവുന്ന ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മെച്ചപ്പെട്ട ഉപഭോക്തൃ ഇടപെടലുകൾ, സോഷ്യൽ മീഡിയ വഴി തത്സമയ ചാറ്റ്, 24/7 മാർക്കറ്റിംഗ്, ഇതൊക്കെ ഇമ്പോർട്ടൻസിൽ. അപ്പോൾ ഇങ്ങനെയാണ് പ്രസൻറ്റേഷൻ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പരിണാമം, ഇവല്യൂഷൻ, അതിൻ്റെ കാര്യങ്ങൾ കണ്ടോ. അപ്പോൾ ഇംഗ്ലീഷിലും ഉണ്ട്, അതിൻ്റെ മലയാളത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന മൊബൈൽ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് കേട്ടോ. ഡിഫറൻസ്, പരമ്പരാഗത മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ഉപയോഗിക്കുന്ന മാധ്യമം പരമ്പരാഗത വിപണനമാണെങ്കിൽ TV, റേഡിയോ, പത്രങ്ങൾ. ഇവിടെ സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, അങ്ങനെ അതിൻ്റെ കോസ്റ്റിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ, ഇപ്പോൾ നിങ്ങൾ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ലെങ്തി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10, 13, 15 പേജസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് യൂണിറ്റ്. ഇത് വളരെ 3-4 പേജിൻ്റെ ഉള്ളിൽ അതിനെ നമ്മൾ മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഓരോ ടോപ്പിക്കുകൾ പലപ്പോഴും ഇംഗ്ലീഷിലുള്ളത് പോലെയല്ല, മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് പേജ് ടോപ്പിക് ഇത് കൂടുതലായിരിക്കും. ഇപ്പം ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റ് വരെ ആകുമ്പോൾ നമുക്ക് വളരെ കുറച്ചല്ലേ വേണ്ടോ. ഇംഗ്ലീഷ് മലയാളം വരുമ്പോൾ കുറച്ച് അത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൂടുന്നുള്ളതാണ് സെക്കൻഡ് യൂണിറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാം ട്യൂബ് ആക്സസ് ചെയ്ത് പഠിച്ചു തുടങ്ങാൻ സാധിക്കുന്നതാണ്. UG സ്റ്റുഡൻസിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ആക്സസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ആപ്പിലൂടെയാണെന്ന്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരും. പ്ലേ സ്റ്റോറിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. KCS ക്ലാസ്സസ് iOS-ലും അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇംഗ്ലീഷിലുള്ളതും കിട്ടും, മലയാളത്തിലുള്ളതും അവൈലബിൾ ആണ്. ഓരോ കോപ്പിക്ക് സെപ്പറേറ്റ് ആണ് 200 പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മാത്രം മതിയെങ്കിൽ 200, മലയാളം ആണെങ്കിൽ 200. ഓക്കെ, വിത്ത് GST. സോ ദാറ്റ്സ് അബൌട്ട് ഇനി വരാൻ പോകുന്ന സെമസ്റ്ററുകളിലെ പരമാവധി എല്ലാ സബ്ജക്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സിൻ്റെയും അവൈലബിൾ ആണ്. ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.